ഹായ് ഗൈസ്, ഇന്ന് എൻ്റെ മോൾക്ക് ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ട് തയ്ച്ച ഒരു ടോപ്പിന് നിങ്ങൾ തംബ്നെയിൽ കണ്ടു കാണും. ആ ഡ്രസ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ. ഇത് ഓൾറെഡി ഒരു മാസം മുമ്പേ മേടിച്ച് വെച്ച മെറ്റീരിയലാണ്. പക്ഷേ ക്രിസ്മസ് ആവുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് തയ്യൽ അധികം ഉണ്ടായിരുന്നതുകൊണ്ടും വീഡിയോ പിടിക്കാനും തയ്ക്കാനും ഒക്കെ എനിക്ക് താമസം വന്നു. അതുകൊണ്ടാണ് കേട്ടോ. ഇന്ന് ക്രിസ്മസിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ കാണിച്ചു തന്നില്ലേ വളരെ മോശമായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ വെൽവെറ്റ് മെറ്റീരിയൽ 1.5 ഇല്ല കേട്ടോ, 1.40 ഉള്ളൂ. കാരണം വെച്ചാൽ ബിറ്റായിട്ട് കിടന്നതാണ് ഞാൻ എടുത്തത്. ഞാൻ മേച്ച് ജോയിൻറ്റ് ചെയ്ത് നമുക്ക് മെറ്റീരിയലിൻ്റെ ലെങ്ത് കൂട്ടാന്നുള്ള രീതിയിലാണ് ഇടുന്നത്. ഒരു എലൈൻ ടൈപ്പാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നെറ്റിൻ്റെ മെറ്റീരിയൽ 2 മീറ്ററുമാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ നേരെ കട്ടിങ്ങിലോട്ട് പോവുകയാണ് കേട്ടോ. ക്യാമറ ഇരുന്നപ്പം ചില സാങ്കേതിക കാരണങ്ങൾ ആ സൈഡ് കാണാൻ പറ്റില്ല. ഞാൻ എന്നാലും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. എൻ്റെ മോൾക്ക് 9 വയസ്സുണ്ട്. അപ്പം എൻ്റെ മോൾക്ക് ഞാൻ ഷോൾഡറും ആം ഹോളും 5 അടയാളപ്പെടുത്തുന്നത്. പിന്നെ ഷേപ്പിൻ്റെ ഭാഗത്തായിട്ട് ഒരു 10 ജസ്റ്റ് മാർക്ക് ചെയ്തതേ ഉള്ളൂ. എന്നിട്ട് ഇപ്പോൾ വണ്ണം, അതായത് എൻ്റെ മോൾക്ക് 26 ഫുള്ളായിട്ടുള്ള വണ്ണം. അത് എത്രയാണോ അതിൻ്റെ 4/1 എടുത്തിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അതുപോലെ തന്നെ ഇടുപ്പ് വശത്തെയും വണ്ണം എടുത്തിട്ട് ആ ഷേപ്പിൻ്റെ ഭാഗത്തെയും വണ്ണം എടുത്ത് 4/1 എടുത്തതിന് ശേഷം 2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഞാൻ എല്ലാത്തിനും 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. പിന്നെ അവിടുന്ന് ജസ്റ്റ് ഒരു ഇലയും കണക്ക് ആ സൈഡ് വരെ ഒന്ന് ജസ്റ്റ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ടോട്ടലി ഇത്രയും ഇറക്കേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഫ്രണ്ട് 30 കിട്ടണം, ബാക്ക് ഒരു 33 അല്ലെങ്കിൽ 34 കിട്ടണം കേട്ടോ. കാരണം വെച്ചാൽ ഫ്രണ്ട് ശകലം കയറിയും ബാക്ക് കുറച്ച് ഇറങ്ങി നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ ഇറക്കം കൊടുക്കുന്നത്. ഫ്രണ്ടും ബാക്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാലും തയ്ച്ച് കിട്ടുമ്പോൾ ഒരു എന്തായാലും കുറച്ച് കയറി ഇറങ്ങി നിൽക്കുന്ന നമുക്ക് ഫീൽ ചെയ്യും. എന്നാലും മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ തോനെയുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ലെങ്ത് ഫുള്ളായിട്ട് കയറ്റി അടിക്കുക എന്തെന്ന് വെച്ചാൽ ചെയ്താൽ മതി. എന്നിട്ട് സൈഡിൽ വന്ന ആ തുണിയാണ് ജസ്റ്റ് 4 ഇങ്ങനെ മടക്കിയിട്ടിട്ട് എത്രയാണോ നീളം വേണ്ട ഫുള്ളായിട്ട് ബാക്കിലത്തെ നീളമാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. 34 ഫുള്ള് വേണം. തയ്യൽ തുമ്പ് ഉൾപ്പെടെ മാർക്ക് ചെയ്തിട്ടാണ് ഞാനിത് ജസ്റ്റ് ആ സൈഡ് ഭാഗം മേളിലോട്ടൊന്ന് കർവ് ചെയ്ത് വെട്ടുന്നുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കിട്ടുമ്പം. ഇത് നമ്മൾ ഓൾറെഡി എലൈനായാലും അമ്പർലൈക്കായാലും എല്ലാം ഇങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ മൂല സൈഡിലൊന്ന് ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തത് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ബാക്ക് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് പിന്നെ, അതായത് ഇതിപ്പോൾ 4 അതായത് നമ്മൾ സൈഡിൽ കിടന്ന തുണിയല്ലേ ജോയിൻറ്റ് ചെയ്തെടുത്തത്, അത് ജസ്റ്റ് ഒന്ന് സൈഡിൽ കൂടെ കട്ട് ചെയ്ത് അത് 2 ആക്കുവാണ്. അതായത് ഇതിൻ്റെ സൈഡ് പോർഷനിൽ കട്ടായിട്ടില്ല. ഇപ്പം നിങ്ങൾക്കത് നൂത്തി കാണിക്കുമ്പോൾ മനസ്സിലാകും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വശം നമ്മളങ്ങ് എടുത്ത് മാറ്റിയിട്ട് ഫ്രണ്ട് എടുത്ത് വെക്കുവാണ്. കാരണം വെച്ചാൽ ഫ്രണ്ടിൽ നമുക്ക് ശകലം ബാക്കിലത്തേനേക്കായി ശകലം നീളം കുറവാണ്. നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഏത് മെറ്റീരിയൽ ആണെങ്കിലും 2 മീറ്റർ വെച്ചെടുക്കണം. വെൽവെറ്റും 2 മീറ്റർ എടുക്കണം. അല്ലെങ്കിൽ 1.25 മതി കേട്ടോ. കാരണം വെച്ചാൽ എൻ്റെ മക്കളുടെ ഒരു പ്രായത്തിലുള്ള പിള്ളേർക്കാണെങ്കിൽ 1.25 മതി. കാരണം വെച്ചാൽ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഞാൻ 1.40 വെച്ചിട്ടാണ് ഈ കുനിഷ്ഠ പരിപാടികളെല്ലാം കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കിത് ആ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ശകലം കയറി നിൽക്കണം കേട്ടോ. എന്നിട്ട് ഞാനത് 30 ഫ്രണ്ടിലത്തെ ഇറക്കം വേണം. അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ട് ഈ ഒരു ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ സിമ്പിളായിട്ടൊന്ന് വെറുതെ ഫ്രീ ഹാൻഡായിട്ട് വരച്ച് കൊടുത്താൽ മതി കേട്ടോ. കറക്റ്റ് ആയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഫ്രണ്ടും ബാക്കും എല്ലാം ഒരുവിധം നമ്മൾ ടോപ്പിൻ്റെ സെക്ഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്ക് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് ഇപ്പോൾ ശകലം ഒന്ന് കയറ്റിയിട്ട് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് നമ്മൾ അപ്പോഴേ മാറ്റി വെച്ച്. ഇനി അടുത്ത് നമുക്ക് സ്ലീവാണ് കേട്ടോ. അപ്പോൾ ഒരു ബലൂൺ സ്ലീവാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ സ്ലീവ് കട്ട് ചെയ്യാൻ ഇടുന്ന കണക്ക് 4 മടക്കി ഇടുക. ജസ്റ്റ് അരികവശവും ഒന്ന് ക്ലിയർ ചെയ്ത് ഇതുപോലെ വെട്ടി കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് എത്രയാണോ സ്ലീവിന് ഇറക്കം വേണ്ടത് കേട്ടോ. അതായത് എനിക്ക് 10 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ കൊടുക്കുന്നുള്ളൂ. കാരണം വെച്ചാൽ താഴെ മടക്കി അടിക്കുന്നില്ല, താഴെ ഒരു ശകലം പട്ട കണക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ 1/2 ഇഞ്ച് താഴെ കൊടുക്കുന്നുള്ളൂ, മേളിൽ 1/2 ഇഞ്ച് അങ്ങനെ കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 1.5 ഇഞ്ച് കൊടുക്കണം കേട്ടോ തയ്യൽ തുമ്പ്. എന്നിട്ട് അപ്പുറം മേളിലും താഴെയായിട്ട് ഒരു 4 ഇഞ്ച് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ പ്ലീറ്റിന് വേണ്ടി 4 ഇഞ്ച് ഇട്ട് കൊടുത്തതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ സാധാരണ എങ്ങനെയാണോ സ്ലീവ് മാർക്ക് ചെയ്യുന്നത് അതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴത്തെ വണ്ണവും കൊടുത്ത് ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് എടുത്ത് കൊടുക്കുക. എന്നിട്ട് ആ മേൽ പോഷൻ കണ്ട് നമ്മൾ നീളം അടയാളപ്പെടുത്തി അവിടെ നിന്ന് ജസ്റ്റ് ഒരു 1.5 ഇഞ്ച് മേളിൽ നിന്ന് കർവ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഷേപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പ്ലീറ്റ് ഇടുമ്പം അങ്ങനെ ഒരു മേളിലോട്ടൊരു കർവ് കൊടുക്കുന്നത് നല്ലതാണ്. അത് പ്ലീറ്റ് ഇടുമ്പോൾ നല്ലൊരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ സാധാരണ ചെയ്യാറുണ്ട് അങ്ങനെ. അതിൽ കൂടുതൽ വിടാൻ വേണമെങ്കിൽ ഞാൻ 1.5 ഇഞ്ച് മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ നോർമലി സ്ലീവ് കട്ട് ചെയ്യുന്ന കണക്ക് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ സ്ലീവിൻ്റെ പരിപാടിയൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ആ 4 ഇഞ്ച് പ്ലീറ്റ് ഇടാൻ വേണ്ടി ഇട്ട 2 മേളിലും താഴെയായിട്ട് ജസ്റ്റ് ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ താഴെ നമ്മൾ പട്ട വയ്ക്കുമെന്ന്. അപ്പോൾ വെൽവെറ്റിൻ്റെ ബാക്കി വന്ന കുറച്ച് തുണിയുള്ളൂ. അതിൽ നിന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുമോ. നമുക്ക് ഇതുപോലെ താഴെ ഒരു ചെറിയ പട്ട കണക്ക് വരണം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള നെറ്റുകളെല്ലാം ഞാൻ നല്ല രീതിയിൽ കുഞ്ഞായിട്ട്
ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതാ 3 ഇഞ്ച് വീതിയിൽ കേട്ടോ, 3 ഇഞ്ച് നോർമൽ ഒരു വീതിയാണ് ഞാൻ പറയുന്നത്. നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്ന സമയത്ത് വെച്ച് തീർന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വീതി കുറയ്ക്കാം കേട്ടോ. ഞാൻ എന്നാലും ഒരു 3 ഇഞ്ചാണ് എടുക്കുന്നത്. 3 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ബാക്കിയുള്ള ഫുള്ളായിട്ടുള്ള നെറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മൊത്തത്തിൽ 2 മീറ്റർ നെറ്റാണ് വാങ്ങിയത്. അതിൽ ഒരു ബലൂൺ സ്ലീവ് കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഫുള്ള് വന്ന മെറ്റീരിയൽ നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റിനായിട്ട് 3 ഇഞ്ച് വീതിയിൽ ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നെക്ക് വി നെക്കാണ് ഫ്രണ്ടിൽ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അകലം ക്യാൻവാസിൽ ഓൾറെഡി കട്ട് ചെയ്ത് അയൺ ചെയ്യുവാണ് കേട്ടോ. അകലം 2 ഇഞ്ചും ഫ്രണ്ടിലെ ഇറക്കം വി നെക്ക് 6 കൊടുത്ത് ഇപ്പം ക്യാൻവാസിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ക്രോസ് പീസും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ തയ്ക്കാൻ പോകാം കേട്ടോ. ആദ്യം തന്നെ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തില്ല, അത് ഇതുപോലെ 2ആയിട്ടൊന്ന് മടക്കിയിട്ട് ജസ്റ്റ് നമ്മൾ തയ്ച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഭയങ്കര എളുപ്പമാണ്. നെക്കിൽ വെച്ച് ഇതേ കണക്കങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. എന്നിട്ട് ഫ്രണ്ട് നെക്ക് എടുക്കുവാണ്. നമ്മൾ ജസ്റ്റ് നടുക്ക് ഒരു ഡോട്ടിട്ട് കൊടുത്തിട്ട്, ഡോട്ടല്ല കട്ടിട്ട് കൊടുത്തിട്ട് അതിനുശേഷം ഇതുപോലെ ക്യാൻവാസ് ഒന്ന് മറച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ ക്യാൻവാസിൻ്റെ നെക്ക് ചെയ്യുന്ന അതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കിലത്തെ ഫ്രണ്ടിലത്തെ ഇറക്കം കൂട്ടാൻ വേണ്ടിയിട്ട് സൈഡ് പോർഷനിൽ നിന്ന് തുണി എടുത്തിട്ടല്ലേ നമ്മൾ താഴെ ലെങ്ത് കൂട്ടി കൊടുത്താൽ, അത് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കും ഫ്രണ്ടും ഈ ഒരു മെത്തേഡിൽ തന്നെ നമ്മൾ നീളം കൂട്ടി അതേ ആ പീസ് വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ പരിപാടിയും അതോടെ കഴിഞ്ഞ് ഇനി ഫ്രണ്ടിലത്തെ നെക്ക് ചെയ്യാനായിട്ട് ഫ്രണ്ടിലത്തെ ആ പോർഷൻ്റെ സെൻറ്ററും പിന്നെ നെക്കിൽ ഓൾറെഡി നമ്മൾ നേരത്തെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ച് കറക്റ്റായിട്ട് വലിക്കാതെ പിന്നെ ഫുള്ളായിട്ട് പിന്നെ കുത്തി വെച്ച് തയ്ക്കാൻ പറ്റുന്നവർ അങ്ങനെ തയ്ക്കുക. അല്ലെങ്കിൽ നല്ല രീതിയിൽ നെക്കൊക്കെ ഫിനിഷ് ചെയ്യാൻ അറിയാവുന്നവർക്ക് പിന്നെ പ്രശ്നമില്ല, അത് ഒരു കുഴപ്പമില്ലാതെ നെക്കങ്ങ് നമ്മൾ അതേ രീതിയിൽ അങ്ങ് ഫിനിഷ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം കുഞ്ഞു കുഞ്ഞു കട്ടിങ്ങൊക്കെ ഇട്ട് കൊടുത്ത് സാധാരണ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുന്നവർക്ക് ഒന്ന് ജസ്റ്റ് പതിച്ചടിക്കുക. ഞാൻ ആദ്യം ജസ്റ്റ് ഒരു പതിച്ചടി കൊടുത്തതിന് ശേഷം പിന്നെയും എന്ന് വെച്ചാൽ ക്യാൻവാസ് ഞാൻ ചെറിയ വലിപ്പത്തിലാണ് ക്യാൻവാസ് കട്ട് ചെയ്തെടുത്താൽ ആ വലിപ്പത്തിൽ ഒന്നും കൂടി പതിച്ചടിച്ച് വി നെക്ക് ഞാൻ നല്ല രീതിയിൽ ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി നമ്മൾ ബാക്ക് നെക്ക് ക്യാൻവാസ് ഒന്നുമല്ല, സാധാരണ ബാക്ക് പോർഷനിൽ തന്നെയാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത്. 2 ഇഞ്ച് അകലവും ബാക്ക് ഇറക്കം 3 എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പ് കൊടുത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ക്രോസ് പീസ് എടുത്ത് ഒന്ന് നെക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. പിന്നെ നെക്ക് അടിച്ചതിന് ശേഷം പതിച്ചടിക്കേണ്ട, കാരണം വെച്ചാൽ നമുക്ക് ഇതുപോലെ നല്ല വശവും ചേർത്ത് വെച്ച് ഒന്ന് ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുക്കണം. ഷോൾഡർ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മളതൊന്ന് ജസ്റ്റ് തിരിച്ചിട്ടിട്ട് ഇതുപോലെ പതിച്ചടിച്ചാൽ മതി കേട്ടോ. അപ്പം ഫ്രണ്ടും ബാക്കും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ സ്ലീവ് എടുത്തിട്ട് താഴെ മേളിൽ നമ്മൾ 4 ഇഞ്ച് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടി കുറച്ച് പോഷം ഇട്ടിട്ടുണ്ടല്ലോ മേളിലും താഴെയായിട്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ആ ഒരു ഭാഗത്ത് മാത്രം പ്ലീറ്റ് ഇട്ട് നമ്മളൊന്ന് ഫിനിഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് സ്ലീവ് ഇതുപോലെ കിട്ടും. ഇനി താഴത്തെ പോർഷനിൽ ഞാൻ പറഞ്ഞില്ലേ വെൽവെറ്റിൻ്റെ ആ ഒരു ജസ്റ്റ് ഒരു പട്ട ഒരു 1/2 ഇഞ്ച് വീതിയിൽ പട്ട വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ താഴെ ഓൾറെഡി തയ്യൽ തുമ്പ് ഇട്ടപ്പോൾ 1/2 ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ 1/2 ഇഞ്ച് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒന്ന് ജസ്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല വശം ഉള്ളിലോട്ടാണ് പോയിരിക്കുന്നത് വെൽവെറ്റിൻ്റെ കേട്ടോ. ഉള്ളിലോട്ട് പോയിട്ട് ഇതുപോലെ നൂത്തി എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് അടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഒരു പതിച്ചടി കൊടുക്കണം കേട്ടോ. പതിച്ചടി കഴിയുമ്പോഴത്തേന് നമുക്ക് കറക്റ്റായിട്ട് നല്ല രീതിയിൽ സ്ലീവ് അവിടെ കിട്ടും. പിന്നെ ഇതുപോലെ ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് വീതി വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഒരു കുഞ്ഞ് ബലൂൺ സ്ലീവ് കിട്ടും കേട്ടോ. അപ്പോൾ 2 സ്ലീവിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് സാധാരണ ടോപ്പുകളിലും ചുരിദാറിലും ഡ്രസ്സിലും ഒക്കെ വെച്ച് കൊടുക്കുന്ന രീതിയിൽ വെച്ച് കൊടുത്താൽ മതി. പിന്നെ വെക്കുന്ന സമയത്ത് അധികമായിട്ട് സ്ലീവ് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 പ്ലീറ്റ് അവിടെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ സാധാരണ എങ്ങ് സ്ലീവ് അടിക്കുന്ന പോലെ സ്റ്റിച്ച് ചെയ്തങ്ങ് എടുത്താൽ മതി. അപ്പം നമുക്ക് ഫുള്ളായിട്ട് സ്ലീവ് ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയത്. ഇനി നമുക്ക് മാർക്കിംഗ് ആണ്. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലാണോ മാർക്ക് ചെയ്ത് അതേ മെഷർമെൻറ്റ് അനുസരിച്ച് തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്ത് ഇപ്പോൾ ഫുള്ളായിട്ട് ചെസ്റ്റും നടുവും താഴോട്ടും ഒക്കെ ഒരു എലൈൻ ടൈപ്പാണ്. നടുവിൻ്റെ അടുത്തുനിന്ന് എലൈൻ ടൈപ്പിൽ ഇങ്ങനെ ജസ്റ്റ് അതിനളവൊന്നുമില്ല, ഇങ്ങനെ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ആ ഒരു അളവിൻ്റെ പ്രകാരം ഇതുപോലെ സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫുള്ളായിട്ട് താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മേളിലും താഴെയും രണ്ട് അളവിലാണ് വെട്ടിയിരിക്കുന്നത്. ഫ്രണ്ട് പോർഷൻ കുറച്ച് കയറിയും ബാക്ക് പോർഷൻ കുറച്ച് ഇറങ്ങിയാണ് നിൽക്കുന്നത്. അപ്പം ഫുള്ളായിട്ട് നമുക്ക് അടിച്ചങ്ങ് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് മടക്കി അടിക്കുമ്പം ഭയങ്കര വ്യത്യാസം അറിയാൻ പറ്റും. ഇത് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. അതായത് നമ്മൾ മാർക്ക് ചെയ്യുന്ന പ്രകാരം ഇതുപോലെ അടിച്ചോ, പക്ഷേ താഴെ വശം ഫുള്ളായിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കരുത്. എന്നിട്ട് ജോയിൻറ്റ് ചെയ്ത് എടുക്കാതെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടിവശം മടക്കി അടിക്കണം. അതായത് ബാക്കിലും ഫ്രണ്ടിലും ഈ ഒരു മെത്തേഡിൽ 4 ഇഞ്ച് മടക്കി ഇതുപോലെ ജസ്റ്റ് മടക്കി അടിച്ചിട്ട് നമ്മൾ പിന്നെ
ജോയിൻറ്റ് ചെയ്തെടുക്കണം, രണ്ട് സൈഡും. പിന്നെ അതിന് ശേഷമാണ് ജോയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ജോയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മെത്തേഡിലാണ് കിട്ടുന്നത്. അപ്പോൾ താഴോട്ട് വരുമ്പോൾ താഴത്തെ പോർഷൻ ഇതുപോലെയും നമുക്ക് കിട്ടും. അതായത് കറക്റ്റായിട്ട് ഒരു കയറി ഇറങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. നമുക്ക് കുറച്ചും കൂടി തുണി ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇത് ബാക്കും ഫ്രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല, എന്നാലും തയ്ച്ച് കിട്ടിയപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ 3 ഇഞ്ച് വീതിയിൽ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ നെറ്റിൻ്റെ മെറ്റീരിയൽ എടുക്കുക. എന്നിട്ട് നമ്മൾ കുഞ്ഞ് പ്ലേറ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. കുഞ്ഞ് പ്ലേറ്റ്, അതായത് നമ്മൾ മെഷീനിൽ വെച്ച് തന്നെ കുഞ്ഞ് ഞൊറു കണക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ ചെയ്യേണ്ട വേറെ ഒന്നുമല്ല, നമ്മുടെ സ്റ്റിച്ചിൻ്റെ ലെങ്ത് ഒന്ന് കൂട്ടി കൊടുക്കണം. നമ്മൾ സാധാരണ നോർമലി 2 അല്ലെങ്കിൽ 3 ലിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ഇത് ഒരു 5 ലിട്ടതിന് ശേഷം ഇവിടെ ഒന്ന് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ടൈറ്റ് ചെയ്യുന്നതനുസരിച്ച് ആ പ്ലേറ്റ് ഇങ്ങനെ അടുപ്പിച്ച്, അതായത് നല്ലോണം അടുപ്പിച്ച് വരും. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു രീതിയിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് ഗാദേഴ്സ് വേണ്ടത് ആ ഒരു മെത്തേഡിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വലിയ മെനക്കേടൊന്നും ഇല്ലാതെ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് അടിപൊളിയായിട്ട് പ്ലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഏത് മെഷീനിലും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് മെഷീനാണെങ്കിലും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കുഞ്ഞു പ്ലേറ്റ് കണക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫൈനലി ഞാൻ ഫുള്ളായിട്ട് ആ ബാക്കി ഉണ്ടായിരുന്ന നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്ന കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ മെറ്റീരിയൽ ഫുൾ ഇതുപോലെ കുഞ്ഞു ഗാദേഴ്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് ഞാൻ 3 ലെയർ, അതായത് ഒന്നിൻ്റെ പുറത്ത് ഒന്നെന്ന് പറയുന്ന രീതി 3 എണ്ണമാണ് വെക്കാൻ പോകുന്നത്. അപ്പോഴത്തേനാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് ഇത് ഒന്നിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ ഒരു ശകലം അടിക്കുന്ന സമയത്ത് നല്ല രീതി ഇങ്ങനെ വലിച്ചിങ്ങനെ, അതായത് ബാക്കിലോട്ടല്ല, ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആ ഞൊറുമൊക്കെ ഒന്ന് ജസ്റ്റ് കൈ കൊണ്ട് അമർത്തി പിടിച്ചതാ ഇതുപോലെ അമർത്തി പിടിച്ച് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല കട്ടിക്ക് കിട്ടുന്ന ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ 3 ലെയറാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ആ 3 ലെയറിൽ സ്റ്റിച്ച് ചെയ്ത സംഭവമാണ് നമ്മളിനി നമ്മുടെ ടോപ്പിലോട്ട് മോക്കയുടെ ഉടുപ്പിലോട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ ആ തയ്യൽ തുമ്പ് വരുന്ന ആ ഗ്യാപ്പിൽ അങ്ങ് ജസ്റ്റ് അടിച്ച് വെച്ച് കൊടുത്താൽ മതി. നമുക്ക് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഗാദേഴ്സ്, അതായത് ഈ നെറ്റിൻ്റെ ഈ പ്ലേറ്റിൻ്റെ ഒരു വീതി കുറയ്ക്കണമെങ്കിൽ ജസ്റ്റ് നമുക്കതിന് ശേഷം വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. നമ്മുടെ രീതിയിൽ പിള്ളേർക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും വീതി വേണ്ട എന്ന് വല്ലതും തോന്നുവാണെങ്കിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഭംഗിയിൽ കിട്ടും. ഇത് ഫൈനൽ ലുക്കാണ് ഏറ്റവും രസം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, എന്നേക്കായി കൂടുതലും എൻ്റെ മോൾക്കാണ് ഇഷ്ടപ്പെട്ടത്. കാരണം വെച്ചാൽ സാധാരണ എന്തെങ്കിലുമൊക്കെ തയ്ച്ചു കൊടുക്കുമ്പോൾ എൻ്റെ മോള് ഭയങ്കര അവിടെ കൊള്ളുന്നു ഇവിടെ കൊള്ളുന്നു എന്നൊക്കെ പറയുന്നത്. നെറ്റിൻ്റെയൊക്കെ എന്തെങ്കിലും മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അമ്മ അവിടെ കുത്തിക്കൊള്ളുന്നു ഇവിടെ കുത്തിക്കൊള്ളുന്നു എന്നൊക്കെ പറയും. പക്ഷേ ഇതെന്തായാലും എൻ്റെ മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ഭംഗിയായിരുന്നു. ഒരുവിധം കണ്ടവരെല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയുണ്ടെന്ന്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് എൻ്റെ മോളൂട്ടി ഇട്ടത് ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട. ക്രിസ്മസിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് മെറ്റീരിയൽ വേണമെങ്കിലും മാറ്റി പിടിക്കാം. നിങ്ങൾ ഈ ഒരു മോഡൽ മാത്രം ഒന്ന് റെഫറൻസ് എടുത്ത് വേറൊരു രീതിയിൽ വേറെ മെറ്റീരിയൽ ട്രൈ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ ഇത് ക്രിസ്മസ് ആവുന്നതുകൊണ്ട് കുറച്ചൊന്ന് എടുത്ത് നിൽക്കുന്നത് റെഡും വൈറ്റും ആവുന്നതുകൊണ്ട് നല്ലൊരു പ്രത്യേക ഭംഗിയായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറന്നേക്കില്ല. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.